ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കിതാബു താരിഖ് പാദവാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം എല്ലാത്തിലുള്ളതുപോലെ കോളത്തിൽ നിന്ന് യോജിപ്പിച്ചത് തിരഞ്ഞെടുത്ത് എഴുതണം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം ഏതായിരുന്നു? കസ്വ. അപ്പോൾ നമുക്ക് 1 അത് എഴുതി കൊടുക്കാം. 2 ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന ഏതായിരുന്നു? മദീന കരാർ. 2 മദീന കരാർ, അവിടേക്ക് എഴുതാം. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പ്രഥമ ജുമുഅ ഏതായിരുന്നു? ബത്നുവാദിൽ വെച്ചിട്ടായിരുന്നു. ബത്നുവാദിൽ. അപ്പം അതിൻ്റെ 3 നമുക്ക് അവിടെ നേരെ എഴുതി കൊടുക്കാം. 4 മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികൾ, അവരാണ് മുഹാജിറുകൾ. 4 എഴുതാം. 5 ബദറിൽ മുസ്ലിങ്ങൾക്ക് സഹായമായി ആരായിരുന്നു? മലക്കുകളായിരുന്നു. അപ്പം 5 നമുക്ക് അവിടേക്ക് എഴുതി കൊടുക്കാം. ഇനിയാ പൂർത്തിയാക്കാം. മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. പൂർത്തിയാക്കി കൊടുക്കാം. മദീനയിലെ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബാ. അടുത്തത് അബ്ദുല്ലാഹ് ഇബ്നു സലാം മദീനയിലെ ജൂത പണ്ഡിതനായിരുന്നു. എഴുതാം. 3 അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിന്റെ കാരണക്കാർ കൂടിയാണ് ബദരീങ്ങൾ. അടുത്തത് ബദർ യുദ്ധം നടന്ന തീയതി ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നായിരുന്നു. 2-ാം വർഷം റമളാൻ 17-ന്. പൂർത്തിയാക്കി എഴുതാം. ഇനി 2 വീതം എഴുതി കൊടുക്കാനാണ്. മദീനയിലെ ജൂത ഗോത്രങ്ങൾ ബനു നളീർ, ബനു കൈനുകാ, ഇങ്ങനെ 2 എഴുതാം. ബനു കൈനുകാ, ബനു ഖുറൈള, ബനു നളീർ, ഇങ്ങനെ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്തായിരുന്നു? അൻസാരി ഗോത്രങ്ങൾ, ഔസ്, ഹസ്രജ്. ഇതുപോലെ ചോദ്യം വരാം. നമ്മൾ മറ്റേ ചോദ്യ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. അങ്ങനെ 2 എഴുതാം. അടുത്തത് മസ്ജിദുൻ നബവി, നിസ്കാരത്തിന് പുറമെ ഉപയോഗിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോടതി, കൂടിയാലോചനാ ഭവനം, പിന്നെ പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം, വിജ്ഞാന കേന്ദ്രം, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് 2 എഴുതി കൊടുക്കാം. ഇനിയാ ഉത്തരം എഴുതാനാണ്. ആരുടെ വീടിന്റെ മുമ്പിലായിരുന്നു ഒട്ടകം മുട്ടുകുത്തിയത്? ആരുടെ വീടിന്റെ മുന്നിലായിരുന്നു? അബുൽ അയ്യൂബി അൻസാരിയുടെ വീടിന്റെ മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കസ്വ, അത് അബു അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ മുട്ടുകുത്തി. അടുത്തത് മസ്ജിദുൻ നബവി ഉണ്ടായിരുന്ന സ്ഥലം ദാനം നൽകാൻ തയ്യാറായി. ആരാണ് തയ്യാറായത്? ബനു നജ്ജാർ ഗോത്രക്കാരാണ് ആ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത്. അടുത്തത് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുള്ള സാഹോദര്യത്തിന്റെ മാനദണ്ഡം എന്തായിരുന്നു? ഈമാനായിരുന്നു സാഹോദര്യത്തിന്റെ മാനദണ്ഡം. ബദറിൽ ഷഹീദായ മുസ്ലിങ്ങൾ എത്ര? 313 പേര് പങ്കെടുത്തു. അതിൽ 14 പേരാണ് ഷഹീദായത്. 14. അടുത്തതാ മദീനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നായിരുന്നു. മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ്. ഹിജ്റയ്ക്ക് ശേഷമാണ് മദീന എന്ന് പേര് വിളിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയതിന് ശേഷമാണ് മദീന എന്ന പേര് വന്നത്. ആദ്യം യസ്രിബ് എന്നാണ് കേട്ടോ. ഇനി വ്യക്തമാക്കാനാണ്. അൻസാർ ആരായിരുന്നു? അൻസാർ മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികൾ, അവരാണ് അൻസാർ. അടുത്തത് സഅദ് റളിയല്ലാഹു അൻഹു മുഹാജിറായ തൻ്റെ സഹോദരന് പങ്കുവച്ചത് എന്തെല്ലാമാണ്? തൻ്റെ സമ്പത്തിൻ്റെ പകുതിയും 2 ഭാര്യമാരിൽ ഒരാൾ വിവാഹമോചനം ചെയ്തു. നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കാം. ഇതാണ് സഹോദരന് പങ്കുവെക്കാൻ അദ്ദേഹം തയ്യാറായത്. ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു? അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ
നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദ്ർ യുദ്ധത്തിൻ്റെ മുന്നേ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന. ഇനി ആരാണ് പറഞ്ഞത് എന്നാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇതാരാണ് പറഞ്ഞത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. നന്ദി അറിയിച്ചുകൊണ്ട് സഹോദരനായ സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. മനസ്സിലാക്കാം. ഇനി ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അപ്പോൾ ബനൂ നജ്ജാർ ഗോത്രക്കാർ അവരുടെ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വില കൊടുത്തു വാങ്ങി. അതിന് ആവശ്യമായ പണം നൽകിയത് ആരായിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് എഴുതാം. അടുത്തതാ അല്ലാഹു ലാ ഐസ ഇല്ലാ ഐസു ഡാഷ് വൽ മുഹാജിറ. എന്താ പൂർത്തിയാക്കണം? അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ലാഹിറു ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിർ. ആശയം എഴുതാൻ വന്നാലോ അതിൻ്റെ അർത്ഥം എഴുതണം. അള്ളാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിനിടെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഇട്ട ചോദ്യപേപ്പറും റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുത്താവുന്നതാണ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് ഇനി അടുത്ത എക്സാം വരുന്നത് ലിസാനാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യപേപ്പർ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യണം. എല്ലാവരും ഉപകാരപ്പെടുത്തണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.